ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിയമത്തോളം എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ 10 മണി മുതൽ ഇവിടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇവിടെ നേമം മണ്ഡലത്തിലുള്ള പ്രവർത്തകരും അതുപോലെ നേമം നിവാസികളും ചേർന്നുകൊണ്ട് ഇവിടെ ഓണക്കളികൾ, കസേരക്കളി, ഊഞ്ഞാലാട്ടം, വടംവലി, അങ്ങനെ നിരവധി ഓണക്കളികൾ ഇവിടെ കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇനി ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുസമ്മേളനമാണ്. ഈ പരിപാടിയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരജി പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വീൽ ചെയർ, അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റ്, ഓണക്കോടി, ഓണക്കിറ്റുകൾ, വാക്കിംഗ് സ്റ്റിക്ക്, അങ്ങനെ നിരവധി ഓക്സിജൻ സിലിണ്ടർ, ഇങ്ങനെയുള്ള നിരവധി രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് നിരവധി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. പങ്കാളികളായി ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ എല്ലാ നിയമത്തിന്റെ പ്രിയങ്കരായ ബഹുമാനരായിട്ടുള്ള വ്യക്തികൾക്കും നിയമമല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ നന്ദി ആദ്യമേ പറയുകയാണ്. നമ്മുടെ ഔപചാരികമായ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രീ തോമമ്മൂട് വിക്രമൻ, ശ്രീ ഡെന്നിസ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ ആർ പി ശിവജി, ശ്രീ ഗോപകുമാർ, മുടവൂർ മുകൾ കൗൺസിലർ, ശ്രീ മഹേശ്വരൻ നായർ, ശ്രീ പാച്ചല്ലൂർ അശോകൻ, ശ്രീ നീമം ദീപുരാജ്, ഹൃദയപൂർവം നിയമത്തോടൊപ്പം എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി തിരുവനന്തപുരം നഗരസഭയുടെ എൻഡിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പാപ്പനംകോട് സജി അവർകളെ ക്ഷണിക്കുകയാണ്. നേമം നിയോജകമണ്ഡലം MLA ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നേമത്തോണം എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഇന്ന് രാവിലെ 10 മണി മുതൽ ഇവിടെ ആരംഭിച്ചു. നേമം മണ്ഡലത്തിലുള്ള നമ്മുടെ മുഴുവൻ ആൾക്കാരും ഈ പരിപാടി പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. രാവിലെ 9 മണി മുതൽ അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഊഞ്ഞാലാട്ടം, വടംവലി, കസേരകളി, അങ്ങനെ നിരവധി ഓണക്കളികൾ ഇവിടെ ഉണ്ടായിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു, ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഓണം തുടങ്ങുന്നത് നാളെ മുതലാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഓണമാണ് നേമത്ത് ഇന്ന് തന്നെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സദ്യയെല്ലാം കഴിച്ച് ഇന്നത്തെ ഈ വർഷത്തെ ഓണത്തിന്റെ വകയായിട്ടുള്ള ആദ്യത്തെ സദ്യയും നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ വകയായിട്ട് നേമം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാർക്ക് നമ്മളിവിടെ കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരിക പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതുമായി നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഓണത്തെ പരിപാടികൾ പോലെ തന്നെ നേമം ഓണം എന്ന് പറയുമ്പോൾ നേമത്തെ ഒരു മനുഷ്യരും ഈ ഓണവുമായി ബന്ധപ്പെട്ട് വിശന്നിരിക്കരുത് എന്നുള്ള അദ്ദേഹത്തിന്റെ ചില ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ നേമം നിയോജക മണ്ഡലത്തിലെ ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ, അതുപോലെ കാല് വയ്യാത്ത ആൾക്കാർക്കുള്ള വീൽ ചെയറുകൾ, അങ്ങനെ നിരവധി ആതുര സേവന രംഗത്ത് നിരവധി സാധനങ്ങൾ ഇവിടെ നമുക്ക് ഇന്ന് വിതരണം ചെയ്യുകയാണ്. ഒരുപാട് പ്രസംഗിച്ച് നിൽക്കാൻ നേരമില്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെല്ലാവരും നേരം വൈകിയുണ്ട്, വിശന്നിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എന്തായാലും ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് ആറ്റുകാൽ മണ്ഡലത്തിന്റെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഗണേഷ് ഭായി ക്ഷണിക്കുന്നു. അഖില ഫലദായകൻ ശ്രീനായകൻ ആനന്ദ പത്മനാഭം ആശ്രയേ ഘനനയ ദേശിക നവരസ പൂജിത കാല കലാമൃതദായകൻ സദതം ആനന്ദ പത്മനാഭം ആശ്രയേ ആദിമത്യാന്തരഗീതം അഖില ഫലദായകൻ ശ്രീനായകൻ ആനന്ദ പത്മനാഭം ആശ്രയേ.
ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ആറ്റുകാൽ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഒളിയൂർ രാജേഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത് BJPയുടെ നിയമമണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട MLA രാജീവ് ഏട്ടന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി നേമത്ത് സംഘടിപ്പിക്കണമെന്ന്. നേമത്തോണമെന്ന പേരിൽ നേമത്തെ മുഴുവൻ 24 വാർഡിലെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ പരിപാടി ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. എല്ലാ വാർഡുകളിലെയും അർഹരായ കുറച്ച് ആൾക്കാർക്ക് ഓണക്കോടിയും അതേപോലെ തന്നെ അസുഖബാധിതർക്ക് അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്നിവിടെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ 24 വാർഡിലെയും 22 വാർഡിലെയും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അറിയാം, സമൂഹത്തിൽ എല്ലായിടത്തും ഇടപെടുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ അമ്മമാര് സഹോദരിമാര് അവർക്ക് എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓണസദ്യയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറെ കാലങ്ങളായി ഇങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴില്ല. രാജീവ് ഏട്ടൻ MLA ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ ഓണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന് വളരെ സന്തോഷം. അദ്ദേഹമാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്, ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ ഒരു പരിപാടി നേമത്തോണം എന്ന പേരിൽ ഇവിടെ നടത്തണമെന്ന് 22 കൗൺസിലർമാരും പരിപൂർണ പിന്തുണ അറിയിച്ചുകൊണ്ട് മുഴുവൻ ഈ പറഞ്ഞ അർഹരായവരുടെ ലിസ്റ്റ് കൃത്യമായും നേമം മണ്ഡലം ഓഫീസിൽ എത്തിക്കുകയും അവരെ ഇന്നിവിടെ കൊണ്ടുവരികയും സാധിച്ചത് എല്ലാവരോടും ആത്മീയ ഒരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നേമത്ത് ഓണം എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം, കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. എനിക്ക് തോന്നുന്നു അതിന്റെ നമ്മൾ എല്ലാ വർഷവും അത് ആചരിക്കുന്നത് മാവേലി തമ്പുരാൻ എന്നൊരു മഹാപുരുഷന് മനസ്സിലാലോചിച്ച് അദ്ദേഹം എല്ലാ വർഷവും നമ്മുടെ എല്ലാം കാണാൻ എത്തും എന്നുള്ളൊരു ഓർമ്മയിൽ പുതുക്കലും കൂടിയാണ് ഈ ഓണം. എന്തായാലും ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ കേരളത്തിൽ വരുമ്പോൾ 140 നിയോജക മണ്ഡലത്തിൽ എന്തായാലും സഞ്ചരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സിലും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നേമത്ത് വരുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്കും അറിയാം. രാജീവ് ഏട്ടൻ പറഞ്ഞ ഒരു നിർദ്ദേശം പക്ഷെ എല്ലാവർക്കും നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഒരു പരമാവധി ഒരു കാറ്റഗറി വെച്ചാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. രാജീവ് ഏട്ടന്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞ പോലെ ഒരാൾ പോലും നേമത്തെ വിഷമിച്ചിരിക്കരുത് ഈ ഓണത്തിന് എന്നൊരു ഉദ്ദേശമുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് രാവിലെ കമലേശ്വരം വാർഡില് ഏകദേശം 500ഓളം കുടുംബങ്ങൾക്ക് അവിടുത്തെ കൗൺസിലർ കിറ്റ് നൽകി. ബാക്കി ഇരിക്കുന്ന കൗൺസിലർമാരുടെ എന്തൊരു അഭ്യർത്ഥനയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ഇതേപോലെ ഇപ്രാവശ്യത്തെ നേമത്ത് ഒരാൾ പോലും ഈ ഓണത്തിന് സന്തോഷം അല്ലാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാർഡിൽ വീണ്ടും അർഹരുണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടികൾ വയ്ക്കണം എന്നൊരു അപേക്ഷയും കൂടിയുണ്ട്. ഞാനിപ്പോ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഈ നേമത്തോണം പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പാപ്പനംകോട് സജി അവർക്കാണ്. അദ്ദേഹം BJPയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി, മേലാങ്കോട് വാർഡ് കൗൺസിലർ കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ നേമത്തോണം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നത് നേമത്തിന്റെ സ്വന്തം MLA ശ്രീ രാജീവ് ഏട്ടനാണ്. രാജീവ് ഏട്ടനെ ഏറെ പ്രിയങ്കരയോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത നേമത്തോണം പരിപാടിയിൽ സ്വാഗതം പറയേണ്ടത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ഏട്ടനാണ്. അദ്ദേഹത്തെ ഈ നേമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻചേട്ടനെ നേമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പ്രിയങ്കരനായ മേയർ, കോർപ്പറേഷൻ മേയർ ശ്രീ VV രാജേഷ് ഏട്ടൻ, അദ്ദേഹത്തെ നേമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥ്, ശ്രീമതി ആശാനാഥിനെ ഈ നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ MR ഗോപൻ അവരുടെ ആദരപൂർവ്വം ഈ നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കരമന അജിത് ഏട്ടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ ഈ നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി മഞ്ജു GS സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ശ്രീ മഞ്ജു ചേച്ചിയും ഹാർദവ നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റാൻഡിംഗ് കൗൺസിൽ ശ്രീമതി സത്യവതി ചേച്ചിയെ ഈ നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തിരുമല വാർഡ് കൗൺസിലർ PS ദേവിമയെ നിയമത്തോണം പരിപാടിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തൃക്കണ്ണാപുരം വാർഡ് കൗൺസിലർ അജിത്, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. എന്നാലും ഇത് 22 കൗൺസിലർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള MLA പരിപാടിയാണ്. അദ്ദേഹം വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് നിയമത്തോണത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പുന്നയ്ക്കമുകൾ വാർഡ് കൗൺസിലർ ശ്രീ ശിവജി RP, അദ്ദേഹത്തെ ആദരപൂർവ്വം നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുണ്ടോന്നുകൾ B ഗോപകുമാർ, അദ്ദേഹത്തെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗോപൻ ചേട്ടനോട് ഉണ്ടായിരുന്നു, ചേട്ടൻ ഒന്ന് കൈവയ്ക്കാലും മതി. പോയി മേലാങ്കോട് പാപ്പനംകോട് സഹിച്ചേട്ടനാണ്. നെടുങ്കാട് ശ്രീമതി RC പീനയും നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലടി മഞ്ജു GSനെയും സ്വാഗതം ചെയ്യുന്നു. പുഞ്ചക്കരി ശൈലജാദേവി സ്വാഗതം ചെയ്യുന്നു നിയമത്തോണം പരിപാടിയിലേക്ക്. പെണ്ണുമംഗലം ശ്രീമതി ശ്രീദേവി ആദരപൂർവ്വം നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആറ്റുകാൽ ശ്രുതി നിയമത്തോണം പരിപാടിയിലേക്ക് ശ്രുതിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എസ്റ്റേറ്റ് വാർഡ് കൗൺസിലർ ശ്രീ അഭിലാഷ്, അദ്ദേഹത്തെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ നീറമങ്കര ഹരിചേട്ടൻ പാപ്പനംകോട് വാർഡ് കൗൺസിലർ നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കമലേശ്വരൻ ഗിരി അവർകൾ, അദ്ദേഹത്തെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പൂജപ്പര വാർഡ് കൗൺസിലർ രാജലക്ഷ്മിയും നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗോപകുമാർ തിരുവല്ലം വാർഡ് കൗൺസിലർ, അദ്ദേഹത്തെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രതീഷ് കുങ്കുളം വാർഡ് കൗൺസിലർ, അദ്ദേഹത്തെയും ഈ നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗോകുൽ ഗോപിനാഥ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഗോകുലിനെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണകുമാർ, അദ്ദേഹം തിരുവനന്തപുരം സിറ്റി ജില്ലാ ട്രഷററാണ്. അദ്ദേഹത്തെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BJPയുടെ നിയമമണ്ഡലം ജനറൽ പ്രസിഡന്റ് ശ്രീ കരുമൻ രാജേഷിനെയും നിയമത്തോണം പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്നു നിയമമണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, ആറ്റുകാൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, എല്ലാവർക്കും ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ പേരെയും നിയമത്തോണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് രാജീവേട്ടന്റെ ക്ഷണമനുസരിച്ച്, രാജീവേട്ടന്റെ ആഗ്രഹമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും നിയമത്തോണം പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായിട്ടുള്ള MLA ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഈ നേമത്തോണം 2026 പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാളെ ചിങ്ങം 1 അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. സജി പറഞ്ഞു എന്നാൽ നീണ്ടു സംസാരിക്കണം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 2 വാക്ക് ചുരുക്കി സംസാരിക്കണം. അപ്പോൾ ആ കൺഫ്യൂഷനിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം കൃത്യമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് എന്നെ ഒരു ജനസേവകനായിട്ട് MLA ആയിട്ട് തിരഞ്ഞെടുത്ത് എനിക്ക് ഈ പദവി തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സഹായം തേടാൻ എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ വികസിത നിയമം ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നാൽ ഞങ്ങൾ അതിനെ പരിഹരിക്കാൻ ഒരു നല്ല ശ്രമം നടത്തും. നിയമത്തിൽ ആർക്കും പുരോഗതിയും വികസനം അനുഭവിക്കാണ്ട് ജീവിതം അങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ആദ്യം തീരുമാനിച്ചതാണ്. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, ദൗത്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓണം പരിപാടി ഞാൻ MLA ആയിട്ട് ഇത് എൻ്റെ ആദ്യത്തെ ഓണമാണല്ലോ. നമ്മളെല്ലാവരുടെയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആദ്യത്തെ ഒരു ഓണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഈ കൊല്ലം ഇന്നു മുതൽ ഞാൻ MLA ആവുന്നവരെയും അത് കഴിഞ്ഞ് ഭാവിയിലും നിയമത്തിൽ ആർക്കും ഏത് വീടാണെങ്കിലും അവിടെ ഓണം ആഘോഷിക്കണം. ഓണം ആഘോഷിക്കാത്തൊരൊറ്റ വീടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും, അവിടെ വന്ന് സഹായിക്കും എന്ന് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്, ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ നിയമത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും സന്തോഷകരമായ ഒരു സമയം, സന്തോഷകരമായ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഓണം ആഘോഷിക്കും എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ഉദാഹരണമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും വന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഓണാശംസകൾ പറയുന്നു. നേമത്തോണം ഇത് തുടക്കമാണ്. എല്ലാ കൊല്ലം ഇതിനേക്കാൾ നല്ല ഒരു സെലിബ്രേഷൻ ഇവിടെ ഉണ്ടാവുമെന്ന് എൻ്റെ പ്രതീക്ഷയാണ്. പാർട്ടിയും കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന പുരോഗതിയും വികസനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, വന്ദേ മാതരം. നമുക്കിവിടെ നിരവധി ആൾക്കാർക്ക് ഓണക്കിറ്റ്, അതുപോലെ വീൽചെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. മുഴുവൻ ആൾക്കാർക്ക് നമ്മൾ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതീകാത്മകമായി ചില വാർഡുകളിലെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ പ്രതീകാത്മകമായി രാജിവെട്ടം നൽകുന്നു. അതിനുശേഷം മുഴുവൻ ആൾക്കാരും ഇവിടുന്ന് സദ്യ കഴിച്ചിട്ട് പോകുന്ന സമയത്ത് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്ത് അവരവരുടെ കിറ്റുകൾ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ ഗുണഭോക്താക്കൾ അവരെ പേര് ഒന്നൊന്നായിട്ട് വിളിക്കുന്നു. പേര് വിളിക്കുന്ന ആൾക്കാർ കടന്നു വരിക. രാജിവേട്ടൻ അവർക്ക് ഈ സമ്മാനങ്ങൾ നൽകുന്നതാണ്. പേര് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഗോകുൽ ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. എല്ലാവരും സജ്ജനം പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കുക. നിലവിൽ പ്രതീകാത്മകമായി ചില വാർഡുകൾ, ചില വ്യക്തികൾ എന്ന രീതിയിലായിരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും MLAയുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ഇവിടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഈ സമ്മാനങ്ങൾ നൽകുക. അതിനുശേഷം ഈ സദസ്സ് പിരിഞ്ഞതിന് ശേഷം അവിടെ ഒരുക്കിയിട്ടുള്ള കൗണ്ടറുകളിൽ എല്ലാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലായിരിക്കും ബാക്കി ഉപകരണങ്ങളുടെയും ഓണക്കോടിയുടെയും ഭക്ഷ്യക്കിറ്റിന്റെയും വിതരണം നടക്കുക. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഓണസമ്മാനമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് നമ്മുടെ വീടിന്റെ അഴുക്കുകൾ നമുക്ക് വേണ്ടി പേറുന്ന ഈ നാടിന്റെ സ്വന്തം, ഈ നാടിന്റെ പ്രിയങ്കരായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ MLA ഓണക്കോടി നിങ്ങൾക്ക് നൽകുകയാണ്. അത് തിരുവല്ലം വാർഡിൽ നിന്ന് നിലവിൽ നിശ്ചയിച്ച് ഇവിടെ എത്തിയിട്ടുള്ള
ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഓണക്കോടി സമ്മാനമായി നേമം MLA നൽകുന്നത്. തിരുവല്ലം വാർഡിൽ നിന്ന് എത്തിയിട്ടുള്ള മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ടുള്ള അമ്മമാരും ഇവിടെ എത്തി ബഹുമാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ MLA യിൽ നിന്ന് നിങ്ങളുടെ ഓണക്കോടി സമ്മാനമായി കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരുവല്ലം വാർഡ് വാർഡിൽ നിന്ന് ദമയന്തി, ദിവ്യ, പ്രിയങ്ക, അമ്പിളി, സുനി, മായ, ഷീബ, പ്രിജി, ലക്ഷ്മി, സീനത്ത്, ബേബി ശാലിനി. ബാക്കിയുള്ള മുഴുവൻ വാർഡിലെയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നിങ്ങളുടെ അതാത് വാർഡ് കൗൺസിലർമാർ നിങ്ങൾക്ക് നൽകിയ ടോക്കൺ വഴി ഈ വേദിയുടെ ഇടതുവശത്തുള്ള കൗണ്ടറുകളിൽ നിന്ന് ഈ സദസ്സ് പിരിഞ്ഞതിനു ശേഷം മുഴുവൻ ഓണക്കോടികളും ലഭ്യമാകും. തിരക്ക് പരിഗണിച്ചാണ് നിലവിൽ ഒരു വാർഡിന് മാത്രം നൽകുന്നത്. അടുത്തത് അർബുദബാധിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കാണ് നമ്മൾ ഈ ഓണ സമ്മാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൈത്താങ്ങായി MLA യുടെ ഒരു പരിഗണന വന്നിട്ടുള്ളത്. അർബുദബാധിതരായിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 130 അർബുദബാധിതരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, കൂടപ്പിറപ്പുകൾക്ക്, അമ്മമാർക്ക്, അവർക്കാണ് നമ്മുടെ MLA രാജീവ് ചന്ദ്രശേഖർജി ഈ ഓണസമ്മാനം, ഓണക്കോടിയും ഓണക്കിറ്റും നൽകുന്നത്. പൊന്നുമംഗലം, പുഞ്ചക്കരി എന്നീ വാർഡുകളിൽ നിന്നുള്ള നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ആളുകളാണ് അർബുദബാധിതരായിട്ടുള്ള ആളുകൾ. പൊന്നമംഗലത്ത് നിന്ന് ഗീതാകുമാരി, ഓണക്കോടിയും ഓണക്കിറ്റുമാണ് അർബുദബാധിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്. അവർ ഇല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വന്ന് അത് സ്വീകരിക്കാവുന്നതാണ്. പൊന്നുമംഗലം വാർഡിൽ നിന്ന് ഗീതാകുമാരി, ഖുറേഷ്യ, ദിവ്യ, ഗീതാകുമാരി, സത്യഭാമ, ശാരദ. പൊന്നുമംഗലം വാർഡിൽ നിന്ന് ഗീതാകുമാരി, ഖുറേഷ്യ, ദിവ്യ, ഗീതാകുമാരി, സത്യഭാമ, ശാരദ. ദയവ് ചെയ്ത് അവരോ അവരുടെ ബന്ധുമിത്രാദികളോ വന്ന് ഈ സമ്മാനം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് ഓണക്കോടിയും ഓണഭക്ഷ്യ കിറ്റുമാണ് MLA നൽകുന്നത്. എല്ലാവരും വന്ന് അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പുഞ്ചക്കരി വാർഡിൽ നിന്ന് അഭിലാഷ്, അനുഷു, ശാന്തമ്മ, സുശീല, അംബിക, 2 അംബികമാരുണ്ട്. പുഞ്ചക്കരി വാർഡിൽ നിന്ന് അഭിലാഷ്, അനുഷു, ശാന്തമ്മ, സുശീല, 2 അംബികമാർ. രോഗബാധിതരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളോ അവരുടെ ബന്ധുമിത്രാദികളോ ദയവ് ചെയ്ത് ഈ ഓണസമ്മാനം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണമാണ്. എല്ലാവരും ഒന്നത് ശ്രദ്ധിച്ചിരിക്കുക. വീൽ ചെയറാണ് നമ്മൾ ആദ്യമേ വിതരണം ചെയ്യുന്നത്. മേലാങ്കോട്, വെള്ളാർ, അമ്പലത്തറ, മുടവൻമുകൾ. മേലാങ്കോട്, വെള്ളാർ, അമ്പലത്തറ, മുടവൻമുകൾ വാർഡിൽ നിന്ന് കൗൺസിലർമാരുടെ കയ്യിൽ വീൽ ചെയർ ലഭ്യമാക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തികളോ അവരുടെ കുടുംബാംഗങ്ങളോ ദയവ് ചെയ്ത് മുമ്പിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീൽ ചെയർ സമ്മാനമായി വീൽ ചെയർ ലഭിക്കാൻ വേണ്ടി, ആരോഗ്യ സുരക്ഷാ ഉപകരണം ലഭിക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടുള്ള മേലാങ്കോട്, വെള്ളാർ, അമ്പലത്തറ, മുടവൻമുകൾ വാർഡിലെ നമ്മുടെ വീൽ ചെയർ ആവശ്യമുള്ള കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ ദയവായി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർഡ് ഒന്നും കൂടെ പറയാം. മേലാങ്കോട്, വെള്ളാർ, അമ്പലത്തറ, മുടവൻമുകൾ. വീൽചെയർ പ്രതീകാത്മകമായി ഇപ്പോൾ ലഭ്യമാക്കുന്നത് മേലാങ്കോട്, വെള്ളാർ,
മുടവൻമുകൾ, അമ്പലത്തറ എന്നീ വാർഡുകളാണ്. മുടവൻമുകളിൽ നിന്ന് ഷൈനി PS, അമ്പലത്തറ വാർഡിൽ നിന്ന് സുജിത്, മുടവൻമുകളിൽ നിന്ന് ഷൈനി PS, അമ്പലത്തറ വാർഡിൽ നിന്ന് സുജിത്ത്, മേലാങ്കോട് വാർഡിൽ നിന്ന് വിജയൻ, വെള്ളാർ വാർഡിൽ നിന്ന് ഷീല. വെള്ളാർ വാർഡിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ഇതിനു ശേഷമാണ് കൗൺസിലർമാർ മുഖേനയുള്ള വിതരണം നടക്കുന്നത്. അതുപോലെ തന്നെ വാക്കിംഗ് സ്റ്റിക്ക് നമുക്ക് നടക്കുന്നതിന് സഹായമായിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്ക് പാപ്പനംകോട്, നേമം, എസ്റ്റേറ്റ്, മുട്ടത്തറ, നെടുങ്കാട് വാർഡുകളിൽ നിന്നാണ്. നേമത്ത് നിന്ന് പീര് മുഹമ്മദാണ് വാക്കിംഗ് സ്റ്റിക്ക് MLA നൽകുന്നത്. നേമത്ത് നിന്ന് പീര് മുഹമ്മദ്, പാപ്പനംകോട് നിന്ന് കരുണാകരൻ. ഈ ഉപകരണങ്ങൾ കൈപ്പറ്റേണ്ടവർ അവരുടെ ബന്ധുമിത്രാദികളോ നിലവിൽ ഉണ്ടെങ്കിൽ വന്ന് MLAയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേമത്ത് നിന്ന് പീര് മുഹമ്മദ്, പാപ്പനംകോട് നിന്ന് കരുണാകരൻ, അതുപോലെ തന്നെ പാപ്പനംകോട് നിന്ന് പ്രസന്ന, നെടുങ്കാട് നിന്ന് അമ്പിളി കുമാർ T, നെടുങ്കാട് നിന്ന് മറ്റൊരാൾ ഗോപിനാഥൻ തമ്പി, മുട്ടത്തറ നിന്ന് ബാലകൃഷ്ണൻ സുനിൽ കുമാർ. മുട്ടത്തറ നിന്ന് വാക്കിംഗ് സ്റ്റിക്കിന് യോഗ്യരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ്. മുട്ടത്തറ നിന്ന് ബാലകൃഷ്ണൻ, സുനിൽ കുമാർ, അതുപോലെ തന്നെ നെടുങ്കാട് നിന്ന് അമ്പിളി കുമാർ, അതുപോലെ തന്നെ ഗോപിനാഥൻ തമ്പി, പാപ്പനംകോട് നിന്ന് കരുണാകരൻ, പ്രസന്ന, നേമത്ത് നിന്ന് പീര് മുഹമ്മദ്. ദയവായി അവരും അവരുടെ ബന്ധുമിത്രാദികളോ വന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി കാഴ്ച പരിമിതി ഉള്ളവർക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വൈറ്റ് കെയിൻ വിതരണമാണ്. മുഴുവൻ പേരും അല്ലെങ്കിൽ അവരുടെ സഹായികളായിട്ടുള്ള കുടുംബാംഗങ്ങളോ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാപ്പനംകോട് നിന്ന് സുന്ദർ R, പാപ്പനംകോട് നിന്ന് സുന്ദർ R, അമ്പലത്തിൽ നിന്ന് ബാബു, അമ്പലത്തിൽ നിന്ന് തന്നെ സിന്ധു, പൂങ്കുളത്ത് നിന്ന് ശോഭ, പൊന്നുമംഗലത്ത് നിന്ന് ശ്രീ ജയൻ, എസ്റ്റേറ്റ് വാർഡിൽ നിന്ന് ശശി, മേലാങ്കോട് വാർഡിൽ നിന്ന് രവീന്ദ്രൻ നായർ, കരമന വാർഡിൽ നിന്ന് ശകുന്തള, തൃക്കണ്ണാപുരം വാർഡിൽ നിന്ന് ജോർജ് കുട്ടി, തിരുവല്ലം വാർഡിൽ നിന്ന് സിൽവമ്മ, വെള്ളാർ വാർഡിൽ നിന്ന് ഭുവനേശ്വരി, മുട്ടത്തറയിൽ നിന്ന് ശശികല. വൈറ്റ് കെയിൻ, കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കുള്ള വൈറ്റ് കെയിൻ നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുകയാണ്. മുട്ടത്തറയിൽ നിന്ന് ശശികല, വെള്ളാറിൽ നിന്ന് ഭുവനേശ്വരി, തിരുവല്ലത്ത് നിന്ന് സിൽവമ്മ, തൃക്കണ്ണാപുരത്ത് നിന്ന് ജോർജ് കുട്ടി, കരമനയിൽ നിന്ന് ശകുന്തള, മേലാങ്കോട് നിന്ന് രവീന്ദ്രൻ നായർ, എസ്റ്റേറ്റിൽ നിന്ന് ശശി, പൊന്നുമംഗലത്ത് നിന്ന് ശ്രീ വിജയൻ, പൂങ്കുളത്ത് നിന്ന് ശോഭ, അമ്പലത്ത് നിന്ന് ബാബു, അമ്പലത്തറ നിന്ന് സിന്ധു, പാപ്പനംകോട് നിന്ന് സുന്ദർ R എന്നിവരാണ് വൈറ്റ് കെയിൻ കൈപ്പറ്റേണ്ട ആളുകൾ. ലാപ്ടോപ്പ് അതുപോലെ തന്നെ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് ലാപ്ടോപ്പ് ആവശ്യമായി വരികയും നമ്മുടെ നേമം MLAയുടെ നിയോജക മണ്ഡലം ഓഫീസ് ഉദ്ഘാടന ദിവസം ബഹുമാനായിട്ടുള്ള MLA ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നേരിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു ലാപ്ടോപ്പ് ആവശ്യമാണെന്ന് പറയുകയും അത് നേരിട്ട് നിവേദനമായി രാജീവേട്ടനെ ഏൽപ്പിച്ച രണ്ടുപേരാണ്. ഒന്ന് അനാമിക PR, പ്രഭാകരൻ R എന്നിവരുടെ മകളാണ്. നേമം വാർഡിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്, +2 കഴിഞ്ഞു. അതുപോലെ തന്നെ പൗർണമി രഞ്ജിത്ത് അമ്പലത്തറയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അനാമിക PR-ന്റെ അമ്മയാണ് അത് വാങ്ങുന്നത്. അനാമിക പ്രഭാകരൻ അവരുടെ മകളാണ്. ഈ രണ്ട് വിദ്യാർത്ഥിനികൾക്കാണ്, രണ്ട് പെൺകുട്ടികൾക്കാണ് രാജീവ് ചന്ദ്രശേഖർജി MLA എന്ന രീതിയിൽ നേരിട്ട് കിട്ടിയ നിവേദനങ്ങളുടെ ഭാഗമായി രണ്ട് പ്രധാനപ്പെട്ട ഒരു അടുത്തത് അത് എടുക്കും.
അടുത്തത് സ്പോർട്സ് കിറ്റ് ആണ്. നമ്മൾ നേമ നിയോജക മണ്ഡലത്തിൽ 22 LP UP സ്കൂളുകളാണുള്ളത്. ആ 22 LP UP സ്കൂളുകൾക്കും 10 കായിക ഉപകരണങ്ങൾ അടങ്ങുന്ന സ്പോർട്സ് കിറ്റ്. അതിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ബാറ്റ്, ബോള്, സ്റ്റംസ്, ഷട്ടിൽ ബാറ്റ് 2 അതിന്റെ കോർക്ക്, ചെസ് ബോർഡും അതിന്റെ കോയിൻസും, അതുപോലെ തന്നെ വോളിബോൾ കളിക്കേണ്ട നെറ്റ്, ഫുട്ബോള്, ഷട്ടിൽ കളിക്കേണ്ട നെറ്റ്, അങ്ങനെ ഒരു സ്കൂളിന് ആവശ്യമായ മുഴുവൻ കായിക ഉപകരണങ്ങളും അടങ്ങുന്ന ഒരു സ്പോർട്സ് കിറ്റാണ്. അതും പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഏറ്റവും മികച്ച സ്പോർട്സ് കിറ്റാണ്. ഓരോ സ്കൂളുകളായി വാദിക്കാം. GLPS ആറാമട, തൃക്കണ്ണാപുരം, ടോക്കൺ നമ്പർ 118. എല്ലാ സ്കൂളുകളുടെ പ്രതിനിധികളായി വന്നിട്ടുള്ള PTA പ്രസിഡന്റുമാരോ PTA പ്രതിനിധികളോ അതുപോലെ തന്നെ HMമാരോ വിദ്യാർത്ഥികളോ മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS ആറാമട, ടോക്കൺ നമ്പർ 118, തൃക്കണ്ണാപുരം. ഒരു സ്കൂളിന് ഒരു സ്പോർട്സ് കിറ്റ് ആണ്. അത് വിതരണം ചെയ്യുന്നവർ ശ്രദ്ധിച്ചു വിടാം. ഒരു സ്കൂളിന് ഒരു സ്പോർട്സ് കിറ്റ് ആണ്. ദയവ് ചെയ്ത് വിതരണം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അടുത്ത സ്കൂള് GHS LPS കരമന. GHS LPS കരമന. ആ സ്കൂളിന്റെ വിദ്യാർത്ഥി പ്രതിനിധികളെയും അധ്യാപക പ്രതിനിധികളെയും ആദരവോടെ ക്ഷണിക്കുകയാണ്. വിളിക്കാൻ ചേച്ചി. GSS LPS കരമന. അടുത്ത സ്കൂളാണ് GSS LPS കരമന. അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളെ GSS LPS കരമന, GHS LPS കരമന, രണ്ട് വ്യത്യസ്ത സ്കൂളുകളാണ്. അടുത്തത് GWLPS കോലിയക്കോട്. GWLPS കോലിയക്കോട്. എല്ലാവരും ഒന്ന് രണ്ട് കൈകളും അടിച്ച് ഒന്ന് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി നമ്മുടെ കുരുന്നുകൾക്ക് ആരോഗ്യത്തോടെ ജീവിച്ച് വളരാനുള്ള കായിക ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. എല്ലാ അമ്മമാരും എല്ലാ സഹോദരങ്ങളും കൈയടികളോടുകൂടി ആ സമ്മാനം അവർക്ക് സ്നേഹത്തോടെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS മുടവൻമുകൾ. അടുത്ത സ്കൂൾ GLPS മുടവൻമുകൾ. GLPS മുടവൻമുകൾ. അത് കഴിഞ്ഞ് GHS LPS പാപ്പനംകോട്. GHS LPS പാപ്പനംകോട്. GHS LPS പാപ്പനംകോട്. GLPS തിരുവല്ലം. GLPS മുടവൻമുകൾ. GLPS മുടവൻമുകൾ. GHS LPS പാപ്പനംകോട്. GLPS തിരുവല്ലം. GLPS തിരുവല്ലം ഉണ്ടോ? GLPS തിരുവല്ലം ദയവായി. GLPS തിരുവല്ലത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈയടിക്കാൻ മറന്നു പോകണ്ട. നമ്മളൊരു സന്തോഷമല്ലേ. GLPS പൂങ്കുളം. അടുത്തത് GLPS പൂങ്കുളം. പൂങ്കുളത്തിന്റെ പ്രതിനിധിയാണ്. GLPS പൂങ്കുളം സ്കൂളിന്റെ പ്രതിനിധികളുണ്ടോ? നമ്മുടെ രതീഷേട്ടൻ തന്നെയാണ് പൂങ്കുളത്തിന്റെ പ്രതിനിധി. സതീഷേട്ടൻ തന്നെയാണ് പൂങ്കുളത്തിന്റെ പ്രതിനിധി. ഓർഡർ അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. GLPS പൂങ്കുളം നമ്മുടെ കുരുന്നുകൾക്കുള്ള കായിക ഉപകരണത്തിന്റെ കിറ്റാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. എല്ലാവരും കൈയടിച്ച് അത് സ്നേഹത്തോടെ ആ കുരുന്നുകൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS പൂങ്കുളം. GUPS അമ്പലത്തറ. GUPS അമ്പലത്തറയുടെ പ്രതിനിധികളുണ്ടോ? GUPS അമ്പലത്തറ. GUPS അമ്പലത്തറ. GUPS കരിമം. കരിമത്തിന്റെ പ്രതിനിധികളുണ്ട്. GUPS കരിമത്തിന്റെ പ്രതിനിധിയുണ്ടോ? അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധിയുണ്ട്. GUPS കരിമം ഒന്ന് കൈ ഉയർത്താമോ? ശരി ശരി. GUPS അമ്പലത്തറ. GUPS കരിമം. അടുത്തത് GUPS നെടുങ്കാട്. GUPS നെടുങ്കാട്. GUPS നെടുങ്കാടിന്റെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുണ്ടോ? GUPS നെടുങ്കാട് ഒന്ന് കൈ ഉയർത്താമോ?
GUPS പൂജപ്പുര, GUPS നെടുങ്കാട് കഴിഞ്ഞാൽ GUPS പൂജപ്പുര. പൂജപ്പുര ഉണ്ടോ? GUPS പൂജപ്പുര അധ്യാപകരോ വിദ്യാർത്ഥികളുണ്ടെന്ന് കൈവർത്താമോ? GUPS പൂജപ്പുര. രാജലക്ഷ്മി ചേച്ചി. GUPS കൊഞ്ചിറവിള, GUPS കൊഞ്ചിറവിള ഉണ്ടോ? ദയവായി കാരണം. GUPS പൂജപ്പുര, GUPS കൊഞ്ചിറവിള, അതുപോലെ തന്നെ GUPS നെടുങ്കാട് എന്നിവർ ദയവായി കായിക ഉപകരണ കിറ്റ് കൈവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GUPS നെടുങ്കാട്, GLPS പാച്ചല്ലൂർ, GLPS പാച്ചല്ലൂർ ദയവായി വന്ന് ഉപകരണം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS പാച്ചല്ലൂർ, GLPS പാച്ചല്ലൂർ, GWLPS പനത്തുറ, GWLPS പനത്തുറയുടെ പ്രതിനിധികളുണ്ടോ? ദയവായി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS കുന്നപ്പുഴ, GLPS കുന്നപ്പുഴ, GLPS മങ്കാട്, GLPS പനത്തുറ, GLPS കുന്നപ്പുഴ, GLPS മങ്കാട് ഈ സ്കൂളുകളുടെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ ദയവായി വന്ന് കായിക ഉപകരണ കിറ്റ് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. GLPS പാങ്ങോട്, GLPS പാങ്ങോട് പ്രതിനിധികളുണ്ടോ? GLPS പാങ്ങോട്, GLPS പാങ്ങോടിന്റെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ? വരണം വരണം. GLPS തമലം, GLPS തമലം, തമലം GLPS സ്കൂളിന്റെ അധ്യാപകരോ വിദ്യാർത്ഥികളോ PTA പ്രതിനിധികളോ ആരെങ്കിലും ഉണ്ടോ? തമലം GLPS സ്കൂളിന്റെ ദയവായി കൈ ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുക. സദസ്സിലുണ്ടെങ്കിൽ കൈ ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുക. വന്നു. GLPS പാങ്ങോട്, GLPS പാങ്ങോട് ദയവായി വരണം. MSLPS പൊന്നുമംഗലം, MSLPS പൊന്നുമംഗലത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുണ്ടോ? MSLPS പൊന്നുമംഗലം, MSLPS പൊന്നുമംഗലം, സെന്റ് ആന്റണീസ് LPS പൂഴിക്കുന്ന്, സെയിന്റ് ആന്റണീസ് LPS പൂഴിക്കുന്നിന്റെ പ്രതിനിധികളുണ്ടോ? സെയിന്റ് ആന്റണീസ് LPS പൂഴിക്കുന്ന് കൈ ഉയർത്തണം ദയവ്. BNV LPS പുഞ്ചക്കരി, BNV LPS പുഞ്ചക്കരിയുടെ പ്രതിനിധികളുണ്ടോ? മുഴുവൻ സ്കൂളിന്റെയും LP UP സ്കൂളുകളുടെ നമ്മുടെ നിയമനിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്ത് പ്രതിനിധികൾ അവിടെ എത്തി. അവരുടെ മുഴുവൻ കിറ്റുകളും നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. മുഴുവൻ പേർക്കും സ്പോർട്സ് കിറ്റ് രാജീവ് ചന്ദ്രശേഖർ MLA സമ്മാനമായി മുഴുവൻ വിദ്യാർത്ഥികളും പ്രതിനിധീകരിച്ച് അവരുടെ അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്ത് പ്രതിനിധികൾ MLA നിന്ന് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ആകെ 22 LP UP സ്കൂളുകൾക്കാണ് നമ്മൾ സ്പോർട്സ് കിറ്റ് നൽകിയിട്ടുള്ളത്. അത് മാറ്റി 22 സ്കൂളുകൾക്കാണ് നിയമനിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകൾക്കും നമ്മൾ ഈ കായിക ഉപകരണ കിറ്റ് നൽകിയിട്ടുണ്ട്. LP UP സ്കൂളുകളുടെ 22 സ്കൂളുകൾക്കാണ് 10,000 വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, മുഴുവൻ ഇവിടെ നമ്മൾ തീരുമാനിച്ച് ടോക്കൺ ലഭ്യമാക്കി എത്തിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ ഓണ സമ്മാനം രാജീവ് ചന്ദ്രശേഖർ MLA സമ്മാനം നിങ്ങളുടെ കൈകളിലെത്തും. അത് നിങ്ങളുടെ കൗൺസിലർ വഴി നിങ്ങളുടെ നിലവിൽ തയ്യാറാക്കിയ കൗണ്ടറുകൾ വഴിയാണ് അത് എത്തുക. അത് നിങ്ങളുടെ കൗൺസിലറുടെ കൂടെ വന്ന് ആ ടോക്കൺ കാണിച്ച് നിങ്ങൾക്ക് ലഭ്യമായ മുഴുവൻ വസ്തുക്കളും വാങ്ങി തന്നെ മടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിൽ നിന്ന് ഓരോ വാർഡ് വിളിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കടന്നു വരണം അഭ്യർത്ഥിക്കുകയാണ്. തിരക്ക് കൂട്ടേണ്ടതായിട്ടില്ല. ഓരോ വാർഡുകളും വിളിക്കും.
ആ വാർഡ് വിളിക്കുമ്പോൾ ആ വാർഡിൽ നിന്നെത്തിയ ഗുണഭോക്താക്കൾ വേദിയുടെ മുമ്പിലേക്ക് എത്തണം. ബാക്കി എല്ലാവരും വേദിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി എല്ലാവരും വേദിയുടെ മുമ്പിൽ നിന്ന് മാറണം. ഈ ഗുണഭോക്താക്കൾ